ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രജനിനോട് ആദ്യം പറയുന്നുണ്ട്, ആ സൂരജ് അവൻ അമ്മയുടെ ശത്രുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ശത്രുവാണ്, അവൻ സ്കൂളിൽ ചെന്നതിന് ശേഷം ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ പോയതിന് ശേഷം മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്തായാലും തന്നെ പുറത്ത് നിർത്തിപ്പോയല്ലോ, ഇഷിതയുടെ കൂടെ പോകാനും വയ്യ. കാരണം ഇഷിതനോട് പറയാതെയാണല്ലോ വന്നത്. ഈ സമയത്ത് ഇഷിത പിന്നിൽ കൂടെ വരികയാണ് കേട്ടോ. അപ്പോൾ മഹേഷ് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. കാരണം രജനെ വിളിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞ രജന ഇഷിതനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷിത പറയുന്നുണ്ട്, രചന പറഞ്ഞതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല, രചനയുടെ വാക്കുകളിൽ ഞാൻ വീഴുന്നു കരുതുന്നുണ്ടോ, അവരെന്നെ വഴിക്ക് പുറത്ത് നിർത്തിപ്പോയി, എന്നെ പുറത്താക്കി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇഷിത പറയുന്നുണ്ട്, സാറില്ല, അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞിട്ട് മഹേഷിൻ്റെ കൈ പിടിക്കുകയാണ്. കൈ പിടിച്ചിട്ട് രണ്ടുപേരും ജോളിയായിട്ട് അങ്ങനെ അവിടെയൊക്കെ നടക്കണ കാണുന്നുണ്ട്, ചിപ്പിയും അതുപോലെ ആഷിതയും സൂരജൊക്കെ. അപ്പോൾ പറയുന്നുണ്ട്, കണ്ടില്ലേ അവർ രണ്ടുപേരും പ്രണയത്തോട് കൂടിയിട്ട് കൈ പിടിച്ച് നടക്കുന്നത്. അപ്പം ചിപ്പി പറയുന്നുണ്ട്, അവർ രണ്ടുപേരും എപ്പോഴും അങ്ങനെയാണ്, ലവിങ് ബേഡ്സാണ് അവർ രണ്ടുപേരും. ഈ ഒരു കാഴ്ച കാണുമ്പോൾ ആഷിതയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. ഇഷിത പറയുന്നുണ്ട്, അവർ പറഞ്ഞതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ആദ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം, അതിന് ഞാൻ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഡോക്ടറെ കാണുകയാണ്. എന്നിട്ട് ഇഷിത ഡോക്ടറോട് പറയുന്നുണ്ട്, ആദിക്ക് ആ ഒരു ഓർമ്മ പോയ സമയത്തുള്ള കാര്യങ്ങളൊക്കെ തിരികെ അവൻ്റെ ഓർമ്മയിലേക്ക് എത്തണം, ഞാൻ അവൻ്റെ അമ്മയായിരുന്നു എന്നുള്ള കാര്യം അവന് അറിയണം. അതിന് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കണം, കാരണം അവൻ എനിക്ക് വേണം എന്ന് പറയുകയാണ്. ഇതിപ്പോൾ എൻ്റെ ആവശ്യം കൂടിയാണെന്നൊക്കെ ഡോക്ടറോട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് വിനോദിനെ കാണുകയാണ് ഇഷിത. വിനോദിനോട് പറയുന്നുണ്ട്, അനുഗ്രഹരെ ആയ ഒരു ഇഷ്ടം, ഒരു പ്രണയമാണ്, സുജിക്ക് വല്ലാത്തൊരു ടെൻഷനുണ്ട്, അതുകൊണ്ട് ഇനി സുജീനെ വിഷമിപ്പിക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് തന്നെ കല്യാണാലോചനയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.